നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു. ജനത ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആനീസ് ഗോൾഡൻ ഡയമണ്ട്സ്. അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ്. ബാബരി മസ്ജിദ് തകർത്ത ഡിസംബർ 6 ഇന്ത്യ മറക്കരുത്. LDFന് അനുകൂല സാഹചര്യമെന്നും ബിനോയ് വിശ്വം. കേരളത്തിൽ PM ശ്രീ നടപ്പാക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ദിനമാണ് ഡിസംബർ 6 എന്നും അന്ന് തകർന്നു വീണത് രാജ്യത്തിന്റെ മതേതര അടിത്തറയാണെന്നും CPI നേതാവ് ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് ഭരണത്തിൽ കീഴിൽ നടന്ന ഈ സംഭവത്തിൽ 7 മണിക്കൂർ കൊണ്ട് പള്ളി പൊളിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ നിർത്തുക എന്നൊരു വാക്കുപോലും പറഞ്ഞില്ല. മൗനം പാലിച്ച കോൺഗ്രസ് ചെയ്തത് കുറ്റകൃത്യമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഞങ്ങൾ എങ്ങനെയാണ് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുന്നത് എന്ന RSS മുദ്രാവാക്യം രാജ്യം മറക്കരുത്. കൂടാതെ ഇത്തവണ LDF മുന്നണിക്ക് മുൻ വർഷത്തേക്കാൾ വലിയ വിജയവും അനുകൂലമായ അന്തരീക്ഷവും ഉണ്ടാകുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കില്ല എന്ന നിലപാടാണ് LDFനുള്ളത്. NEP ആണ് ഇതിനു പിന്നിൽ. PM ശ്രീ വിഷയത്തിൽ CPIയും CPMും ചർച്ചകൾ നടത്തി ഒരേ മനസ്സോടെയാണ് തീരുമാനമെടുത്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞതിന് അപ്പുറം മറ്റൊന്നുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടവർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്ന നിലപാടാണ് LDFനും CPIക്കും ഉള്ളതെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. ഡിസംബർ 6 ഇന്ത്യ ഒരിക്കലും മറക്കാത്ത ദിവസമാണ്, മറക്കാൻ പാടില്ല. ഈ ദിനം ഇന്ത്യക്ക് മുമ്പിൽ ഒരുപാട് പാഠങ്ങളും മുന്നറിയിപ്പുകളും താക്കീതുകളും ആഹ്വാനങ്ങളും എല്ലാം തന്ന ദിനമാണ്. 1992 ഇതേ നാളിലാണ് അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർന്നു വീണത്. 400 കൊല്ലം പഴക്കമുള്ള ഒരു പള്ളി തകർന്നു വീണു. അത് മാത്രമല്ല, തകർന്നു വീണത് ഈ നാടിൻ്റെ മതേതര സംസ്കൃതിയാണ്, അതിൻ്റെ അടിത്തറയാണ്, അതിൻ്റെ മൂല്യങ്ങളാണ്. അന്ന് രാജ്യം ഭരിച്ചത് കോൺഗ്രസ് ആയിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്നു നരസിംഹറാവു. തൊട്ടു മുമ്പുള്ള ആഴ്ചയിൽ ചേർന്ന ദേശീയ ദ്രുത കൗൺസിലിന്റെ ന്യൂസ് ഡെസ്ക് CCV.